ഒന്ന് നമുക്ക് ഏത് റിലേഷൻഷിപ്പിൻ്റെയും ബേസ് പരസ്പര വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് ബന്ധം പോകും, ഏത് മനുഷ്യരും. അപ്പോൾ അവിടെയാണ് ഈ 1-to-1 കമ്മിറ്റ്മെൻറ്റിൻ്റെ, കാരണം എന്നെ വഞ്ചിക്കില്ലെന്നും എന്നെ അവരുടെ ഹൃദയത്തെ ഒന്നാം സ്ഥാനം തരുമെന്നുള്ള പരസ്പര വിശ്വാസമാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഈ ബന്ധം വളർത്തിയെടുക്കാൻ പലരും ശ്രമിക്കാറില്ല. തന്നെ ആകത്തില്ലല്ലോ. ഇപ്പോൾ 25 വർഷം ജീവിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ തിയററ്റിക്കലായിട്ട് മാരേജ് എന്ന് പറയുന്നത് പബ്ലിക് ലീവിങ് ആൻഡ് ക്ലീവിങ്, പരസ്യമായിട്ട് തന്നെ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമാകുന്ന എല്ലാ റിലീജിയനും പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ട് അവരുടെ കുടുംബത്തിന് അതുവരെയുള്ള ബന്ധങ്ങളുടെ പ്രയോറിറ്റി മാറിയിട്ട് ഈ ആളാണ് എൻ്റെ ജീവിതത്തിലെ പങ്കാളിയെന്ന് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് രണ്ടുപേരും നിശ്ചയിക്കുക, ഫംഗ്ഷൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് കൊടുക്കാമെന്ന് ആ കമ്മിറ്റ്മെൻറ്റും, ഇന്നോട്ട് ഞാൻ നിൻ്റെ കാര്യം, നിൻ്റെ വെൽഫെയറും വെൽബീയിങ്ങും ഞാൻ ഏറ്റെടുക്കുക എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഭാര്യ പിന്നെ ഭാര്യയുടെ കാര്യം നോക്കണ്ട, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. ഭർത്താവിൻ്റെ കാര്യം നോക്കുന്നത് ഭാര്യയാണ്, ഭാര്യയുടെ കാര്യം നോക്കുന്നത് ഭർത്താവ്. അത് ആ നീഡ്സ് മീറ്റ് ചെയ്യുന്നതും ആ ക്ലോസ്നെസ്സുമാണ് ഇവരെ അറ്റാച്ച് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ എന്നെക്കാളും പരിഗണന തരുന്ന ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് അവരെ ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹമാണ് അതിൻ്റെ ബേസ്. അതെന്തുകൊണ്ടാണ്? ഈ പരസ്പരം നീഡ്സിനെ അറിഞ്ഞു കണ്ട് ചെയ്യുന്നതാണ്.